ഇനി നമുക്ക് ഈ ഒരു വീട് ഒന്ന് കാണട്ടോ, വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മൾ അകത്തോട്ടൊക്കെ കയറി വരുമ്പോ വലിയ ഹാളാണ്. അത്യാവശ്യം വലിയ ഹാൾ തന്നെയല്ലേ അത്? നല്ല സൗകര്യം ഉണ്ടല്ലോ അല്ലെ? സീലിംഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല തേച്ച് എല്ലാ വർക്കും കാര്യങ്ങളും കഴിഞ്ഞാണുള്ളതാണ്. ജനലൊക്കെ ആണെങ്കിലും അല്ലെ? ജനലൊക്കെ ആണെങ്കിലും നമുക്ക് ഫ്രണ്ടിലോട്ട് 3 ജനല് വരുന്നുണ്ട്, 2 കള്ളിന്റെ 3 ജനലെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് റൂമുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോ കിച്ചൺ ആണ് കേട്ടോ. ഇവിടെ കിച്ചണൊക്കെ ആണെങ്കിലും വലിയ കിച്ചണാണ്, വിറകടുപ്പുണ്ട്, ഗ്യാസ് സ്റ്റൗ എല്ലാം വെക്കണമെങ്കിൽ അങ്ങനെയെല്ലാം ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങോട്ട് നമുക്ക് ആദ്യം റൂമുകൾ കാണാം. ഇത് റൂമാണ്, റൂമൊക്കെ വലിയ റൂമാണ് കേട്ടോ, അത്യാവശ്യം സൗകര്യമുള്ള വലിയ റൂമാണ്. റൂമും എല്ലായിടത്തും മൊത്തം ടൈലാണ് ഇട്ടിട്ടുള്ളത്. എവിടെയും ചെളിയോ പൊടിയോ ഒന്നും പിടിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കാനൊക്കെ സുഖമാണ്. വാതിലൊക്കെ ഫുള്ള് മരത്തിന്റെ വാതിലും കാര്യങ്ങളൊക്കെയാണ്. അതെ. പിന്നെ ഇത് റൂമാണ്. ഇത് നമ്മളെ രണ്ടാമത്തെ റൂം. ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ഉണ്ട്. റൂമൊക്കെ വലിയ റൂമാണ് കേട്ടോ. പിന്നെ നമുക്ക് മൂന്നാമത്തെ റൂം ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 2 റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. പണിക്കാരൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കാനൊക്കെ സൗകര്യത്തിലുള്ള ഒരു നല്ലൊരു വീട് അല്ലേ? എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീടിനകത്തുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മളെ വീടിന്റെ അകത്തുനിന്നുള്ള സൗകര്യങ്ങളൊക്കെ. കാണേണ്ടത് നമുക്ക് പറമ്പിന്റെ ഡീറ്റെയിൽ ആണ്. മൊത്തത്തിൽ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പറമ്പിൽ എന്തൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നൊക്കെ. അല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ്. അപ്പൊ നമുക്ക് പറമ്പിലോട്ടൊന്ന് പോയി നോക്കട്ടോ. പോവാം. അതെ.